സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പിൽ SDP-യുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും കൂട്ടുപിടിച്ചത് BJP-ക്കാരെയാണ്. BJP-ക്ക് 250-300 വോട്ടുകൾ ഉണ്ടായിരുന്ന SDP ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും BJP-യുടെ വോട്ട് കാണാനില്ല. UDF ആണ് അവിടെ ജയിക്കാൻ സാധ്യതയെങ്കിൽ UDF വന്നാലും വേണ്ടില്ല, മുസ്ലിം ലീഗ് വന്നാലും വേണ്ടില്ല, BJP വന്നാലും വേണ്ടില്ല, SDP വരാൻ പാടില്ല എന്നുള്ള തീരുമാനത്തോടുകൂടി എല്ലാ മുന്നണികളും ഒരുമിച്ചു. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ BJP-ക്ക് പോലും ഇത്രയേറെ മുക്കൂട്ട് മുന്നണികളെ നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ LDF-ഉം UDF-ഉം ഒന്നിച്ച് തീരുമാനമെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു വാർഡ് മെമ്പർ ഉണ്ടാക്കാൻ BJP-ക്ക് സാധിക്കുമായിരുന്നോ? പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP-യാണ്. ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും BJP ഇല്ലാതാക്കാൻ LDF-ഉം UDF-ഉം തീരുമാനിച്ചാൽ മതി. എന്താ തീരുമാനിക്കാത്തത്? LDF-കാരും UDF-കാരും അവരെ ഇന്ത്യ ബ്ലോക്കിന്റെ ആളുകളാണ്. ഇന്ത്യ ബ്ലോക്കുകാർ നമുക്കറിയാലോ. മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒട്ടാകെ BJP അവസാനിപ്പിക്കാൻ വേണ്ടി CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും മതേതര പാർട്ടികൾ എന്ന് പറയുന്ന മുഴുവൻ പാർട്ടികളെയും അണിനിരത്തിക്കൊണ്ട് BJP-യെ തടയാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നത്. ആ ഇന്ത്യ ബ്ലോക്കിന് കൃത്യമായിട്ടുള്ള സതുദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ, BJP ഇല്ലാതാക്കലാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ എന്തേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ LDF-ഉം BJP ഒന്നിച്ചു നിൽക്കാതിരുന്നത്? LDF-ഉം UDF-ഉം ഒന്നിച്ചു നിന്ന എന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുമോ? നമ്മുടെ ക്യാപിറ്റൽ സിറ്റി തിരുവനന്തപുരം ഇന്ന് ഭരിക്കുന്നത് BJP-യാണ്. BJP ആ കോർപ്പറേഷൻ ഭരിക്കുമായിരുന്നോ? LDF UDF ഒന്നിച്ചു നിന്നാൽ അത് നിൽക്കാൻ അവർ തയ്യാറല്ല. RSS-നെ പ്രതിരോധിക്കാൻ, BJP പ്രതിരോധിക്കാൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള സംവിധാനത്തിന് യഥാർത്ഥത്തിൽ താല്പര്യമില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നത്? ഞാൻ ചോദിക്കണം, എനിക്ക് തിരിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, നമ്മൾ പലപ്പോഴും ആ ഒരു വലിയ സംഭവമായി അത് നമ്മുടെ രാജ്യത്തുടനീളം വന്നപ്പോ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു, ഇനി BJP-ക്കെതിരെ ഒറ്റ മുന്നണി. അതിൽ CPM ഇല്ല, കോൺഗ്രസ് ഇല്ല, ലീഗില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ച് BJP-യെ കബറടക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ പ്രാദേശിക തലങ്ങളിലേക്ക് വരുമ്പോ, നിയമസഭാ ഇലക്ഷനുകളിലേക്ക് വരുമ്പോ BJP-യെ തടുത്തു നിർത്താൻ യാതൊരു അജണ്ടയും യഥാർത്ഥത്തിൽ ഈ ബ്ലോക്കിനില്ല. ഇന്ത്യ ബ്ലോക്കിന്റെ ഒരു പ്രോഗ്രാം കേരളത്തിൽ നടത്താൻ എന്താ അവർക്ക് സാധിക്കാത്തത്? നമ്മൾ വളരെ അപകടകരമായ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDP കൃത്യമായി പറയാണ് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഠിക്കാതെ ഒരു വിഷയം പറയാറില്ല. 2014 ഞങ്ങൾ പറഞ്ഞു BJP വരാൻ പോവുകയാണ്. അപ്പോ ഒരു പ്രധാനപ്പെട്ട സമുദായ നേതാവ് പറഞ്ഞത് BJP വരികയെന്ന് ചോദിച്ചു. അത് വെറുതെ പറയാനെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്തോ SDP-ക്ക് എന്തോ നേടാൻ വേണ്ടിയിട്ടാണ് BJP വരും എന്ന് പറയുന്നത് എന്നാണ് പലരും തെറ്റിദ്ധരിച്ചത്. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കന്മാർ പോലും പറഞ്ഞു RSS വരും, BJP വരും, രാജ്യം അപകടത്തിലാവും, ഭരണഘടന അപകടത്തിലാവും, രാജ്യം തകരാറിലാവും എന്ന് നാടും നീളെ SDP-യുടെ നേതാക്കന്മാർ പ്രസംഗിച്ച് നടന്നപ്പോ BJP വരെ, RSS വരെ, ഇന്ത്യ ഭരിക്കേ, എന്ത് വിവരക്കെട്ട വർത്താനാണോ SDP-ക്കാർ പറയുന്നത്? പക്ഷേ 2014 ഞങ്ങൾ വ്യാപകമായി ജനങ്ങളോട് പറഞ്ഞ കാര്യം അതേ തെരഞ്ഞെടുപ്പിൽ തന്നെ നടന്നു. ഞങ്ങൾക്ക് ഇൽഹാം ഇറങ്ങിയതൊന്നല്ല, ഞങ്ങൾക്ക് പ്രത്യേക കഴിവൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം RSS-നെ കുറിച്ച് ഞങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10-35 വർഷക്കാലമായി എന്താണ് RSS എന്ന് വള്ളി പുള്ളി തെറ്റാതെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ വിവരം CPM-നോ കോൺഗ്രസിനോ ലീഗിനോ ഇല്ലാത്ത ഞങ്ങൾ തകരാറില്ല. നിങ്ങൾക്കതിൽ നേരണ്ടായിട്ടില്ല. നിങ്ങൾ അവസാനത്തെ ബസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും അവസാനത്തെ ബസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP അവർ അജണ്ട ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഈ നാട്ടിലെ രാഷ്ട്രീയം ചിന്തിക്കുന്ന
രാഷ്ട്രീയ സംഭവവികാസങ്ങളെ കുറിച്ച് നല്ല